പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ ഗെയിമാണ് കളിക്കാൻ പോണേ. അതിന്റെ പേരാണ് ഗ്രീൻ ഹെൽ. അതെ ഗേസ്, ഗ്രീൻ ഹെൽ അല്ലെങ്കിൽ പച്ചപ്പുള്ള നരകം എന്ന് വേണമെങ്കിലും പറയാം. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒരു കാട്ടിലേക്ക് വന്നേക്കാ. അല്ല, എന്തിനപ്പോ കാട്ടിലേക്ക് വന്നേ? ആ പോട്ടാ, എനിക്കറിയില്ല ഇവര് എന്തിനാണോ കാട്ടിലേക്ക് വന്നേ. ഒരു മിനിറ്റ്, അടിയിൽ ഒരു പെണ്ണ് നിൽക്കണ്ടല്ലോ, അതാരാ? അതാരാണവോ? മിക്കവാറും ഇവൻ്റെ ഗേൾ ഫ്രണ്ടാവും. ഐശ്വരി ഗേൾ ഫ്രണ്ടാണോ? എന്നാ പിന്നെ അവിടെ എന്തിനാ നിൽക്കണേ? ഇങ്ങോട്ട് കയറി വരാറുന്നില്ലേ? ഇത് കണ്ടില്ലേ, ഇവര് വാക്കി ടോക്കിയിൽ സംസാരിക്കുക. അല്ല, ഇവരെന്തിനാ വാക്കി ടോക്കിയിൽ സംസാരിക്കണേ? ആ പെണ്ണിന് നേരിട്ട് വന്ന് സംസാരിച്ച പോരെ, ഇത്രയ്ക്കും ബുദ്ധിമുട്ടണാ? ആ, അത് ഷിൻചൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ പെണ്ണിപ്പോൾ അവിടെ നിൽക്കുക, നമ്മളോട് ഒരു ക്യാമ്പൊക്കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഈ കാട്ടിൽ എവിടെ ക്യാമ്പുള്ള? ഈ കാട്ടില് എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ഉണ്ടാവും, നമുക്ക് ചെന്ന് നോക്കി നോക്കാം. എന്നാലും ഇത്രയും വലിയ കാട്ടില് ആ ക്യാമ്പ് എവിടെ ഉണ്ടാവുക? നമുക്ക് അത് പോയിട്ട് തപ്പണല്ലോ. അയ്യോ, അങ്ങോട്ടേക്ക് പോവണ്ട. പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. എന്നാൽ പിന്നെ നമുക്ക് ഈ വഴി കൂടെ പോവാം. ഇതെന്തത്? ഇയാൾ എന്തൊക്കെ പറയണ്ടല്ലോ. ഇയാൾ എന്നിട്ട് പറയണേ, ബോട്ട് കെട്ടിട്ടോന്നാ? ആടെ ഷിൻചാനെ, ബോട്ട് നമ്മൾ കെട്ടിടും, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ ഒഴുകി പോവില്ലേ? ആ പെണ്ണ് പിന്നെ അവിടെ നിൽക്കണ്ടായിരുന്നു. ആ പെണ്ണ് ആ ബോട്ടൊക്കെ കെട്ടിയിട്ടുണ്ടാവും വിചാരിക്കണു. അല്ല, ആ പെണ്ണ് നമ്മുടെ കൂടെ വരില്ലേ? നമുക്ക് ഒറ്റയ്ക്ക് പോണ്ടി വരുമോ? ഏയ്, നമ്മൾ ഒറ്റയ്ക്കാവില്ല. ആ പെണ്ണ് നമ്മുടെ കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടാവും വിചാരിക്കണു. നമുക്കിപ്പോൾ ഏതായാലും ഒരു ക്യാമ്പ് പോയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് പോവാം. ഇവിടെ എനിക്ക് ഒരു വഴിയൊക്കെ കാണാണ്ട്. അണ്ണാ, ഇത് കറക്റ്റായ വഴിയല്ലേ? ഉറപ്പല്ലേ? ഒരു മിനിറ്റ്, ഇതെന്തത്? പാമ്പാണോ? ഏയ്, അത് പാമ്പൊന്നുമല്ല. ആ, ഈ കാട്ടിൽ പാമ്പൊക്കെ ഉണ്ടാവും ട്ടാ. നമുക്ക് അതൊക്കെ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ പാമ്പിൻ്റെ കടിയും കൊണ്ട് ചാവും. നമുക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് പോണ്ടേ? ഇവിടെ വഴിയൊന്നുമില്ല. നമുക്കപ്പോൾ ഇങ്ങോട്ടേക്ക് പോവാം. അണ്ണാ, ഇങ്ങോട്ടേക്ക് നോക്കിയേ. അണ്ണന്റെ പോലത്തെ കുറെ വാഴകൾ ഇവിടെ ഉണ്ട്. ഏ, നീ ഇപ്പോൾ എന്നിട്ട് പറഞ്ഞേ? അത് പിന്നെ, ഇവിടെ കുറെ വാഴകൾ ഉണ്ടെന്ന്. അതില് പഴമുണ്ട്, അതെടുത്ത് കഴിച്ചാലോ? ആ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് കഴിക്കാം. ഇപ്പം നമുക്ക് അത്രയ്ക്ക് വിശക്കണില്ല. നമുക്ക് പിന്നെ നോൺ വെജ് മതി. നോൺ വെജ് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കി നോക്കാം. നോൺ വെജാ? അണ്ണാ, ഇത് ഹോട്ടലല്ല, കാടാ. കിട്ടണത് എടുത്ത് കഴിക്കുക, അത്രേ ഉള്ളൂ. ആ, അത് ശരിയാ. ഒരു മിനിറ്റ്, ഇവിടെ എന്തുണ്ടല്ലോ? ഇതാണോ ക്യാമ്പ്? നമ്മളൊരു ക്യാമ്പൊക്കെ കണ്ടുപിടിച്ചേക്കാണ്. ഇതന്നെയാവും. അല്ല, നമുക്കപ്പോൾ ഇവിടെ എന്താ ചെയ്യണ്ടേ? കിടന്നുറങ്ങണ? അതിനാണോ ഇങ്ങോട്ടേക്ക് വന്ന്? ആ പോട്ടാ, എനിക്കറിയില്ല. ഇവനും പിന്നെ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെയും എന്തോ പരിപാടിയാ. ഇവനിപ്പോൾ ഗേൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ക്യാമ്പ് കണ്ടുപിടിച്ചോന്ന്. ഒരു മിനിറ്റ്, ഇവിടെ ഇപ്പോൾ ഡേ 2 ആയില്ലോ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണേ? എന്താണാവോ? ഇവരിപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടേക്കാ. ഇവരെന്താ ഉറങ്ങാനാണോ ഇങ്ങോട്ടേക്ക് വന്ന്? എടാ പിഞ്ചാനെ, ഇവന് മിക്കവാറും ജംഗിൾ സഫാരി ചെയ്യാൻ വന്നതായിരിക്കും. എനിക്കതാ തോന്നണേ. അണ്ണാ, ഈ ടെന്റ് ഭയങ്കര സെറ്റപ്പാണല്ലോ. ഇവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു എ സിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. എടാ ഷിൻചാനെ, നീ എന്തൊട്ടാ പറയണേ? എ സിയാ? ഇവിടെ ഫാൻ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. നമുക്ക് ഉഷ്ണിച്ച് കിടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പം നമുക്ക് എന്തോട്ട് ചെയ്യണ്ടേ? ക്യാമ്പ് ഫയർ ഉണ്ടാക്കണ? ആടെ പിഞ്ചാനെ, നീ പറഞ്ഞത് ശരിയാ. നമുക്ക് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കണം. ഇവിടെ പിന്നെ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നല്ല വെള്ളമൊക്കെ കുടിക്കാനാണ് പറയണേ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. ആ, നമുക്ക് ടൂൾസ് വേണ്ടി വരും, എന്നാലേ ജംഗിളിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അണ്ണാ, ഇത് മൈൻക്രാഫ്റ്റ് പോലെയാണോ? എനിക്ക് അങ്ങനെ തോന്നണേ. ഇതിപ്പോൾ മൈൻക്രാഫ്റ്റ് പോലെ ആണോ എന്ന് ചോദിച്ചാൽ ഇത് മൈൻക്രാഫ്റ്റ് പോലെ അല്ല. ഇതിൽ മൈൻക്രാഫ്റ്റായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്കപ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് ടൂൾസും കൂടി വേണമല്ലോ. ഇതിൽ ടൂൾസൊക്കെ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുക? അണ്ണാ, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു വാളൊക്കെ ഇരിക്കുന്നുണ്ട്. ആടെ പിഞ്ചാനെ,
ഇത് വെച്ചിട്ട് മരം വെട്ടാൻ പറ്റുമെന്ന് വിചാരിക്കണു. ആ വെട്ടാൻ പറ്റും. നമുക്ക് പിന്നെ സ്റ്റിക്സ് വേണം കേട്ടാ, എന്നാലേ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ടോട്ടൽ 8 വേണം. ഓക്കെ, ഇനി നമുക്ക് ക്യാമ്പ് ഫയർ അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. ഈ സ്റ്റിക്സൊക്കെ അവിടെ വെച്ച് കൊടുക്കാം. ഇത് പിന്നെ ചെറിയൊരു ബ്ലൂ പ്രിൻ്റ് ആണ് കേട്ടാ. ഇതെന്തത് സ്റ്റിക്സ് കഴിഞ്ഞാ? നമുക്കപ്പോൾ 8 സ്റ്റിക്കല്ലേ വേണ്ടേ? ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞാ? ഇല്ലില്ല, നമ്മുടെ ബാഗിലിരിക്കണു. അതൊക്കെ പുറത്തേക്ക് വെക്കേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തേക്കണം കേട്ടാ. നമുക്കിനി അത് കത്തിക്കണം. കത്തിക്കാനായിട്ട് ലൈറ്റർ വേണമല്ലോ. ഇയാള് ആ പെണ്ണിനോട് ചോദിക്കണ്ട് ലൈറ്റർ കൊണ്ടുവന്നോന്ന്. എനിക്ക് തോന്നണതേ അവള് ലൈറ്റർ കൊണ്ടുവന്നിട്ടില്ലാന്നാ. ആടർശൻ തന്നെ ആ പെണ്ണുമ്പോൾ ലൈറ്റർ കൊണ്ടുവന്നിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനത്തെ കത്തിക്കുക? നമുക്ക് വേറെ വല്ല മാർഗം നോക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ വഴിയില്ല. അല്ല, ലൈറ്റർ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. തീ കത്തിക്കാനായിട്ട് നമുക്ക് വേറെ കുറെ മാർഗല്ലേ. ഈ പണ്ടൊക്കെ ആൾക്കാരെങ്ങനെ തീ കത്തിച്ചേ? 2 കല്ലൊക്കെ പിടിച്ച് കൂട്ടി അരക്കില്ലേ, അന്നേരം തീ കത്തും. ആടർശൻ തന്നെ നമുക്കപ്പോൾ അതേപോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരു മിനിറ്റ്, ഇതെന്തുട്ടാ? ഹാൻഡ് ഡ്രില്ല. ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തീ കത്തിക്കാൻ പറ്റുമോ? ആ പറ്റും തോന്നുന്നുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് പ്ലാങ്കും പിന്നെ കുറച്ച് ചെറിയ സ്റ്റിക്കും വേണം. അതുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ഡ്രില്ല് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടല്ലോ, പ്ലാങ്കും ഉണ്ട്. എന്നാ പിന്നെ നമുക്കത് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആ ഹാൻഡ് ഡ്രില്ല് ക്രാഫ്റ്റ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ എന്തിട്ട് വേണ്ടേ? അടിയിൽ എന്തൊക്കെ പറയണ്ടല്ലോ, ബേർഡ് നെസ്റ്റ്, ഫൈബർ, ഡ്രൈ ലീവ്സാ. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെന്ന്. ഒരു മിനിറ്റ്, ഇവിടെ ഒരു നെസ്റ്റ് ഉണ്ട്, അതങ്ങ് എടുക്കാം. ഈ സാധനം വെച്ച് കത്തിക്കാൻ പറ്റുമെന്നാണ് പറയണേ. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഈ സാധനം കത്തിയാൽ മതിയായിരുന്നു. ഇത് വർക്കാവോ? പുകയൊക്കെ വരുന്നുണ്ട്. ആടർശൻ ചാനെ ഈ സാധനം കത്തി. ഓ, ഇത് കൊള്ളാലോ. നമ്മളങ്ങനെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഇരുട്ടായിക്കാണ്. ആ പെണ്ണ് ക്യാമ്പ് ഫയറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അണ്ണാ, ഇതെന്തത് ഐ ലവ് യു എന്നൊക്കെ പറയണ്ടല്ലോ. ശരി, ഇതിനാണോ ഇങ്ങോട്ടേക്ക് വന്ന്? ആ വോട്ടാ, എനിക്കറിയില്ല. ഇവർ വേറെ എന്തോ കാര്യത്തിന് ഇങ്ങോട്ടേക്ക് വന്ന്, അത് ഉറപ്പാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡേ 3 ആയിക്കാണ് കേട്ടാ. ഇന്നിപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണോ ചെയ്യേണ്ടത്? നമ്മളോട് ഈ ടെൻ്റ് ഇല്ലേ, അത് സെർച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അത് എന്തിനാണാവോ? അണ്ണാ, ഇവിടെ എന്തുണ്ടല്ലോ, ഒരു പേപ്പറാ. ആ പെണ്ണ് എഴുതിയതോ, ഐ ആം അറ്റ് വില്ലേജ്, കോൾ മീ വിത്ത് റേഡിയോ വെൻ യു വേക്കപ്പ്, ദർ ഇസ് എ ലിറ്റിൽ ഗിഫ്റ്റ് ഫോർ യു. നമുക്ക് വേണ്ടി എന്തോ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന്. എന്നിട്ടാ ഗിഫ്റ്റ് അവിടെ? എടാ ഷിൻചാനെ, ഇതായിരിക്കും ആ ഗിഫ്റ്റ്. ഒരു സ്മാർട്ട് വാച്ചാ. ആ ഇത് കൊള്ളാലോ, സംഭവം നൈസായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.